ഐഷി ഘോഷിനെ കസ്റ്റഡിയിലെടുക്കാനാണ് ഡൽഹി പോലീസ് അങ്ങോട്ടേക്ക് വന്നത്. 2021 ഏതോ പഴയൊരു കേസുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ്. അവിടെ നിന്നു. അപ്പോൾ ജോൺ ബ്രിട്ടാസ് ചോദിച്ചു യൂണിഫോം എവിടെ നിന്ന് ചോദിച്ചു. യൂണിഫോം ഇടാൻ വേണ്ടി പോയി ഡൽഹി പോലീസ് സംഘം. You are part of the Delhi police? Yes. I should know who you are and where is your badge, where is your uniform. Can you just come like this? Sir, You are not answering my question. I am a lawmaker, I am a parliament member. मैं आपको एक्सप्लेन कर Why? रही थी। Tell me. आज मेरा हाई कोर्ट मैटर था। Yeah. हाई कोर्ट मैटर अटेंड करने के बाद जब मैं रास्ते से आ रही थी, I have no- काफी बारिश थी, इसके वजह No, से no, 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 no. मेरी No, no. भीग चुकी थी, Please listen जो to- कि अभी भी थाने में No, भीगी please हुई listen थी। to me. Please listen to me. You are a police officer. You must have attended the High Court. Since you are in a police action now, you should be in your uniform. Yeah. I would request you to go back, have your uniform, Okay. come with your badge. Okay. ठीक है। You can't do like this. ബൽറാം നിർമ്മടി ചെയ്തിട്ടുണ്ട്. ബൽറാം, അപ്പോൾ ഏറെ പ്രസ്റ്റീജിയസ് ആയ ഡൽഹി പോലീസ് സംഘമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവരോട് വന്നതാണ്. ഐഷി ഘോഷ് എന്ന് പറഞ്ഞാൽ CJP അവിടെ സംഘാടകരിൽ ഏറ്റവും പ്രധാനിയായിരുന്നു. നിരാഹാര സമരത്തിലടക്കം ഉണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും പ്രധാനിയാണ്. അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അറസ്റ്റ് ചെയ്യാൻ വന്ന ഡൽഹി പോലീസ് സംഘം യൂണിഫോം ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഇളിപ്പരായി മടങ്ങേണ്ടി വരുന്നത് ഒരു നാണക്കേടാണ്. പക്ഷേ ജോൺ ബ്രിട്ടാസ് സംസാരിക്കുന്നത് മനസ്സിലാക്കേണ്ടത് ഇവർ ഈ പറയുന്ന ഈ ധാർഷ്ട്യവും ധിക്കാരവും പ്രകടിപ്പിക്കുമ്പോൾ ഇവർ എത്രത്തോളം ജനങ്ങളുടെ മുമ്പിൽ ലഭ്യരാകും നോക്കുക. ഒരു ദേശീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് ഇരച്ചു കയറി വരുന്നു, അതും യൂണിഫോം പോലും ഇടാതെ ഒരു ഉദ്യോഗസ്ഥ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വരുന്നു. അവരോട് ചോദിച്ചപ്പോൾ നിങ്ങളുടെ ക്യാമറയ്ക്ക് മുമ്പിൽ ആ രംഗം വന്നില്ലേ? അതായത് പരിഹാസ്യമായി ഇളഭ്യമായി ഇങ്ങനെ ഒരു ദയനീയമായിട്ടുള്ള ഒരു രംഗം ലോകത്തെവിടെയെങ്കിലും ഒരു പോലീസ് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? മാത്രമല്ല അവർ വന്നത് ഒരു സ്വകാര്യ വാഹനത്തിലാണ്. അത് വളരെ ബോധപൂർവം ഒന്നാണ്. എന്താ ഇതൊന്നും ആരും ചോദിക്കില്ല, വെള്ളരിക്കപ്പെട്ടവരാണ് ഇവിടെ. അപ്പം ചോദിച്ച് ഞാനൊരു MP എന്നുള്ളൊരു പരിഗണന ഉള്ളതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. അവരാകെ സ്തംഭിച്ചു പോയി. പക്ഷേ ഇതുപോലൊരു ചോദ്യം അവരുടെ മുമ്പിലേക്ക് വരുമെന്നുള്ള കാര്യം അവർക്കറിയില്ലായിരുന്നു. എന്താ കാരണം? കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇവിടെ ഡൽഹി പോലീസ് ആൾമാറാട്ടം നടത്തുകയാണ്. അവർക്ക് ടാഗില്ല, യൂണിഫോം ഇല്ല. ഉള്ളത് യഥാർത്ഥത്തിൽ വിലക്കപ്പെട്ടിരിക്കുന്ന ആയുധങ്ങൾ മാത്രമാണ്. ആ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇപ്പം RML എന്നുള്ള റിപ്പോർട്ട് ഞാൻ വായിക്കുകയാണ്. ഒരു പെൺകുട്ടി RML ചെന്ന് പരിശോധിച്ചപ്പോൾ അവർക്കേറ്റ പരിക്കെന്ന് പറയുന്നത് വെടിയുണ്ടയുടെ പരിക്കാണ്. അപ്പോൾ കേവലം പെല്ലറ്റ്സ് മാത്രമല്ല ഉപയോഗിച്ചിരിക്കുന്നത്, കേവലം ചില്ലി ബോംബ് മാത്രമല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ആണിയുള്ള ലാത്തി മാത്രമല്ല, ടിയർ ഗ്യാസ് മാത്രമല്ല, തോക്കുമിടയ്ക്ക് ഉപയോഗപ്പെട്ടു എന്നുള്ള ഒരു വിവരം ഇപ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്. അതിൻ്റെയൊക്കെ ഒരു അനുബന്ധ നിലയ്ക്ക് വേണം ഈ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യുന്നത്. സമരത്തിന്റെ അല്ലെങ്കിൽ അതിൽ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് കോടതി ഉത്തരവൊക്കെ ഇപ്പോൾ നിലവിലുണ്ട്. നിർബന്ധിത അറസ്റ്റ് ഒക്കെ പാടില്ല, കസ്റ്റഡി പാടില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് പഴയ കേസുകൾ കുത്തിപ്പൊക്കി അതിലൂടെ പ്രതികാരം. ഞങ്ങൾക്ക് ഈ വിവരം ഉണ്ടായിരുന്നു. എന്നാ കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ഒരു തന്ത്രം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ജന്തർ മന്ദിറുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് മാർച്ചുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളിലൊന്നും കേസെടുക്കാൻ പറ്റില്ല, അതെടുത്തു കഴിഞ്ഞാൽ ജനവികാരം എതിരാവും. അപ്പോൾ ഏതെങ്കിലും പഴയ കേസ് ആർക്കെങ്കിലും എതിരെ ഉണ്ടോ? അവ നോക്കുമ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയിലെ ആൾക്കാരൊക്കെ ഏതെങ്കിലും പ്രതിഷേധത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവും, അവർക്കെതിരെ പരാതി ഉണ്ടാവും. ഈ കേസ് എന്ന് പറയുന്നത് 2021 5 വർഷം മുമ്പുള്ളൊരു കേസ്. ബംഗ്ലാ ഭവനിൽ എന്തോ ഒരു പ്രതിഷേധിച്ചു എന്നുള്ള ഒരു നാമമാത്രമായ കേസ്. ആ ഗവൺമെന്റിന് പോയി, മമതാ ബാനർജി പോയി, ബംഗ്ലാ ഭവന് ഒരു പരാതിയില്ല. ആ കേസ് ഇപ്പോൾ 30-ാം തീയതി മറ്റോ വരുന്നതാണ് മനസ്സിലാക്കുന്നത്. ഹേയ്, അവർ കോടതി ഹാജരാവില്ലേ? അവർ വക്കീൽ ഹാജരാവില്ലേ? അവർ പിടികിട്ട പുള്ളിയാണോ? അവർ ഈ പറയുന്ന കോടാനുകോടി, ആയിരക്കണക്കിന് കോടി രൂപ ബാങ്കുകളെ തട്ടിച്ച് ഈ രാജ്യത്ത് നിന്ന് മുങ്ങാൻ പോകുന്നവരാണോ ഈ ഐഷി ഘോഷുള്ള ആൾ? അവരെത്രയോ വർഷമായിട്ട് ഈ ദില്ലിയുടെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക ധാരയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് യൂണിയൻ നേതാവല്ലേ, വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നില്ലേ? അത്രയും വലിയൊരു യൂണിവേഴ്സിറ്റി അംഗീകരിച്ച ഒരു വിദ്യാർത്ഥി യൂണിയൻ നേതാവിനെ ഇതുപോലെ വന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട എന്ത് സാഹചര്യമാണ് ഈ രാജ്യത്തുള്ളത്? അതിന് ഇത്രത്തോളം ഉത്സാഹം കാണിക്കേണ്ട എന്ത് വെമ്പലാണ് ഡൽഹി പോലീസിനുള്ളത്? ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് നിയമപരമായിട്ട് നേരിടുക എന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടില്ലേ? അതായത് ഇവരെത്രത്തോളം പരിഹാസ്യമായിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ മധ്യത്തിൽ. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ കാണട്ടെ. ഇതാണ് ഡൽഹി പോലീസ്, ഇതാണ് ഈ പറയുന്ന ജനാധിപത്യത്തിൻ്റെ മാതാവ് എന്നിവർ വിശേഷിപ്പിക്കുന്ന ഡൽഹിയുടെ തലസ്ഥാന നഗരിയിൽ ഡൽഹി പോലീസിനെ അമിത്ഷാ പരുവപ്പെടുത്തി വച്ചിരിക്കുന്നത് ഈ രൂപത്തിലാണെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നത്. ഡൽഹി പോലീസിനെ വിറപ്പിച്ചോടിച്ച
ജോൺ ബ്രിട്ടാസ് എം പിയാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ ചോദ്യം പ്രസക്തമായിരുന്നു. യൂണിഫോം ഇടാതെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരിവിടെ എത്തിയത്, അതുകൊണ്ട് ആ യൂണിഫോം ഇട്ട് നിങ്ങളുടെ ഡ്യൂട്ടി, ഔദ്യോഗിക ഡ്യൂട്ടി ചെയ്യണം എന്ന് തുടങ്ങിയ ചോദ്യങ്ങളായിരുന്നു ഡൽഹി പോലീസിലെ വനിതാ ഉദ്യോഗസ്ഥയോട് ഉന്നയിച്ചത്. തുടർന്നാണ് പോലീസ് ഇവിടെ നിന്ന് പിൻവാങ്ങി തിരികെ മടങ്ങുന്നത് നമ്മൾ കണ്ടത്. എന്തായാലും നിലവിൽ പറയുന്ന കാര്യങ്ങൾ വെച്ച് ഏതൊരു പഴയ കേസാണ്. ബംഗാളിലെ 2021 കേസാണ്. വിദ്യാർത്ഥി പ്രവർത്തനമാണ് അവരൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള വഴിതടൽ കേസോ ആ കേസ് ഈ കേസൊക്കെ ഉണ്ടാവുമല്ലോ. ആ കേസിൽ എവിടെ കിടക്കുന്ന കേസാണ് ഇപ്പോൾ പൊടിതട്ടിയെടുത്ത് അവിടെ ഒരു കേന്ദ്ര പാർട്ടിയുടെ ഓഫീസിലേക്ക് ഐഷി ഘോഷിനെ, അവിടുത്തെ വിദ്യാർത്ഥി സംഘടനയുടെ ജില്ലാ അധ്യക്ഷ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോലീസ് എരച്ചെത്തിയ അതേ വേഗത്തിൽ നിന്ന് തിരിച്ചും പോയി. ബൽറാം അങ്ങനെ തിരിച്ചു പോകാനുള്ള കാരണം നിങ്ങളുടെ യൂണിഫോം എവിടെ എന്നൊരു MP ചോദിച്ചതാണ്. അതെന്തൊരു നാണക്കേടാണ് ബൽറാം. വലിയൊരു മിഷന് വേണ്ടി എത്തുകയും യൂണിഫോം ഇല്ലാത്തതുകൊണ്ട് തിരിച്ചു പോകേണ്ടി വരുന്ന അവസ്ഥ. ഹഷ്മി, ഡൽഹി പോലീസ് ഈ സമരക്കാരെ കൈകാര്യം ചെയ്ത രീതി, അവർ യൂണിഫോം ധരിച്ചിരുന്നോ തുടങ്ങിയ ചോദ്യങ്ങൾ, അത് വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. ഈ സമരക്കാർക്കെതിരെ മർദ്ദനം പ്രയോഗിച്ച പോലീസുകാരിൽ പലർക്കും യൂണിഫോം ഇല്ലാത്തത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ജീൻസും ടീഷർട്ടും ധരിച്ചെത്തിയ പോലീസ് എന്ന് അവകാശപ്പെടുന്ന സംഘങ്ങൾ, അവരാണ് വിദ്യാർത്ഥികൾക്ക് നേരെ കടുത്ത പ്രയോഗങ്ങൾ ലാത്തി ഉപയോഗിച്ച് വരെ നടത്തിയിരുന്നത്. എന്തായാലും ഇപ്പോൾ ഒരു വിദ്യാർത്ഥി നേതാവിനെ, ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വിദ്യാർത്ഥി നേതാവിനെ അറസ്റ്റ് ചെയ്യാനായി ഒരു ദേശീയ പാർട്ടിയുടെ ആസ്ഥാനത്തെത്തിയ പോലീസ് സംഘത്തിനും യൂണിഫോം ഇല്ലായിരുന്നു എന്ന് ഡൽഹി പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടുണ്ടാക്കുന്നതാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പോലീസ് മടങ്ങിയിരിക്കുന്നു. ഒരു ജനപ്രതിനിധി, ഒരു ഉപരിസഭയിലെ അംഗം ജോൺ ബ്രിട്ടാസ് MP ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് പോലീസ് മടങ്ങിയത്. അതേസമയം പോലീസ് മടങ്ങി എത്തിയേക്കുമെന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത്തരത്തിൽ CJP സമരവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ വിദ്യാർത്ഥി നേതാക്കൾക്കെതിരെ കേസുകൾ എടുക്കാൻ കഴിയില്ല ധാരണയുടെ അടിസ്ഥാനത്തിൽ എന്നുള്ള പശ്ചാത്തലത്തിൽ പഴയ കേസുകൾ കുത്തിപ്പൊക്കിക്കൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥി നേതാക്കൾക്കെതിരെ CJPയെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ പ്ലാറ്റ്ഫോമാണ്. അതിലെ വിദ്യാർത്ഥി നേതാക്കൾ അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത നേതാക്കളൊന്നും തന്നെ മുൻപ് ഇത്തരത്തിൽ പ്രതിഷേധ സമരങ്ങളിൽ പങ്കെടുത്ത അനുഭവ പരിചയമോ കേസുകളോ ഇല്ലാത്തവരാണ്. എന്നാൽ ഈ സമരത്തിന് ഊർജ്ജമായത് മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ, ഇടത് വിദ്യാർത്ഥി സംഘടനകളായ SFIയും ASFും ഐസയും അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കൾ തന്നെയാണ്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന നേതാവാണ് ഐഷി ഘോഷ്. 2019 JNU സർവകലാശാലയ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് ആയ മുതൽ തന്നെ നിരവധി സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. നിലവിലിപ്പോൾ ഐഷിയെ തേടിയെത്തിയിരിക്കുന്ന കേസ്, അത് 2021 ഡൽഹി ബെയ്ലി റോഡിലുള്ള ബംഗാ ഭവനിൽ മുന്നിൽ നടന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ്. അത് ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിൽ കേസിലാണ് ഇപ്പോൾ ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഐഷി ഘോഷിനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തുന്നത്. പക്ഷേ ബേസിക്കായി യൂണിഫോം ഇട്ടില്ല എന്ന ഒരു വലിയ തെറ്റ് ചെയ്തു. അപ്പോൾ ഡൽഹി പോലീസിനെ പിന്നെയും അവരുടെ മുഖം നഷ്ടപ്പെടുത്തിയ ഉദ്യോഗസ്ഥരുടെ യഥാർത്ഥത്തിൽ നടപടിയെടുക്കാൻ ഡൽഹി പോലീസ് ചെയ്യേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.